നമ്മളങ്ങനെ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം പ്രീമിയർ ലീഗ് ആരംഭിച്ചു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഹൈ ഇൻറ്റൻഷനിലാണ് മത്സരങ്ങളൊക്കെ അവസാനിക്കുന്നത്. കാരണം ഇന്നലത്തെ ലിവർപൂൾ ന്യൂകാസിൽ മത്സരമൊക്കെ തുടക്കം മുതൽ അവസാനം വരെ ഡ്രമാറ്റിക് ആയിരുന്നു. അവസാനത്തെ 95-ാം മിനിറ്റിലാണ് ഗോൾ വരുന്നത്. സത്യത്തിൽ ആ പ്രീമിയർ ലീഗിൻ്റെ ആ സ്വഭാവം അത് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു റെലഗേഷൻ വന്ന ഒരു ടീം വന്നിട്ടാണ് ഞെട്ടിക്കുന്നത്. ആസ്റ്റൺ വില്ല 4-0 തോൽക്കുന്നു. സിറ്റി വളരെ മറ്റൊരു ഡ്രമാറ്റിക്കായ വിജയം നേടുന്നു. പിന്നെ ആഴ്സണൽ ഒരു പ്രതീക്ഷിച്ച പോലെ തന്നെ സോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതിൽ നമ്മൾ ഈ നടത്തുന്നത് ചെൽസിയുടെ മത്സരത്തിന് മുമ്പാണ്. ബാക്കി എല്ലാ ടോപ്പ് 6 ആണ്. ടോട്ടനം ഓഫ് കോഴ്സ് വിചാരിച്ച പോലെ തന്നെ തോറ്റിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗണ്ണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഈ സീസൺ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഗണ്ണേഴ്സിൻ്റെതാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗ് നമ്മൾ മറ്റ് ലീഗുകളെ പോലെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തെറ്റാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് ഞാൻ തന്നെ പറഞ്ഞിരുന്നു ലിവർപൂളാണ് ഏറ്റവും ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞൊരു ഓണക്കാലത്തിന് മുമ്പേ സീസൺ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, ഓണക്കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷത്തോടെ പോകുന്നത് പിന്നെ ലിവർപൂൾ ഫാൻസാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മളത് നേർ വിപരീതമായി മാറുന്ന കണ്ടു. അതുപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ സിറ്റി തുടക്കത്തിൽ നമ്മളെല്ലാവരും അവരൊരു ടൈറ്റിൽ ചാലഞ്ചിന് അവർക്ക് കെൽപ്പില്ല എന്ന് കരുതിയതാണ്. പക്ഷേ അവസാനത്തെ ടൈമിലൊക്കെ അവർ അടിച്ച് കയറുന്നതാണ് നമ്മളാണ്. അപ്പോൾ പ്രീമിയർ ലീഗ് ഈസ് ആൾവേസ് അൺപ്രഡിക്റ്റബിൾ. എന്നാൽ പോലും നമ്മൾ ഈ ഒരു ടീമിൻ്റെ സോളിഡിറ്റി, അതിൻ്റെ ഒരു സ്കോഡ് ഡെപ്ത്ത്, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു കോച്ചിൻ്റെ സ്ഥാനമൊക്കെ നോക്കുമ്പോൾ ഗണ്ണേഴ്സിന് ഷുവർ ചാൻസ് ഉണ്ട് ഈ വർഷം. കാരണം ഇപ്പോൾ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ലിസ്റ്റിൽ 36% പിന്നെ ആഴ്സണലിന് കൊടുക്കുന്നത്. ബാക്കി ഉള്ള ആർക്കും ചെറിയ പൊസിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഡോമിനൻസിലാണ് ആഴ്സണൽ ഈ ലീഗ് തുടങ്ങുന്നത്. ഓഫ് കോഴ്സ് ആഴ്സണൽ അതിനുള്ള കരുത്തുണ്ട്. പ്രധാനമായിട്ടും അവരുടെ സ്കോഡ് ഡെപ്ത് തന്നെയാണ്. ഇപ്പോൾ യുണൈറ്റഡ് ആയാലും സിറ്റി ആയാലൊക്കെ ഒരു പൊസിഷനിൽ ഫില്ല് ചെയ്യാൻ പോലും ട്രാൻസ്ഫർ ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആഴ്സണൽ അത്രയും ബാക്കപ്പാണ്. എനിക്ക് തോന്നുന്നു മറ്റ് ടീമുകളിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സുബിമെൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു മറ്റൊരു ടീമിലാണെങ്കിൽ ഷുവർ ഫസ്റ്റ് 11. പക്ഷേ ഗണ്ണേഴ്സിൽ അത് ഒരു ചാൻസ് ഇല്ല. അറ്റാക്കിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഭയങ്കര ധാരാളിത്തമുണ്ട് ഗണ്ണേഴ്സിന്. അപ്പോൾ എന്താണ് ഫസീൻ ആഴ്സണലിനെ കുറിച്ച് തോന്നുന്നത്? നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങും മുമ്പൊക്കെ സീസൺ തുടങ്ങുമ്പം ആരാണ് ഫേവറേറ്റ്സ് എന്ന് ചോദിക്കുമ്പം എപ്പോഴും ആളുകൾ ഒരു തമാശ രൂപേണ പറയും ആർസണൽ 2ാമത്, ബാക്കി പൊസിഷൻ ഒന്നിങ്ങനെ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്രാവശ്യം വരുമ്പോൾ എല്ലാവരും പറയുന്നത് ആർസണൽ 1ാമത്, ബാക്കി നമുക്ക് നോക്കിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടോപ്പ് 6 ടീമുകളിൽ പല ടീമുകളുടെയും പരിശീലകർ ഒന്നുകിൽ പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ അമ്പയെ മാറ്റിയ ഇപ്പം പെപ്പ് മൊത്തത്തിൽ മാറി മരസ്ക വരുന്നതാണ്. ക്യാരിക്കിന് ഇതൊരു പുതിയ സീസണാണ്. ഷാബി ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്. അങ്ങനെ ടോട്ടനത്തിലാണ് ഡിസർബി കഴിഞ്ഞ വർഷം അവസാനം വന്ന് ചേർന്ന ഒരാൾ. അപ്പം എല്ലാവർക്കും ഒരു സെറ്റിൽമെൻറ്റിൻ്റെ സമയം എടുക്കേണ്ടി വരുമ്പോൾ ആർട്ടേറ്റ എല്ലാം കൊണ്ടും സെറ്റായി ഒരു ചാമ്പ്യൻ ടീമുമായാണ് വരുന്നത്. ടീമിൽ കാര്യമായ അടിച്ചുപണികളില്ല. ആകെ ഒരു ട്രൊസാഡ് പോയതും അങ്ങനെ 1-2 ട്രാൻസ്ഫർ ഔട്ടുകൾ മാത്രമേ, നോർഗാർഡിനെ പുറത്ത് വിറ്റു, ഈ 1-2 ട്രാൻസ്ഫേഴ്സ് മാത്രമേ. അപ്പോൾ എല്ലാം കൊണ്ടും സോളിഡായിട്ടൊരു ടീമുമായി ഒരു ചാമ്പ്യൻ ടീം വരുന്നു, അതേ പരിശീലകനുമായി വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും പറയും പോലെ ഒരു വലിയൊരു തരത്തിൽ ഫേവറേറ്റ്സ് ആയിക്കൊണ്ടാണ് ആർസണൽ വരുന്നത്. അതിൻ്റെ എല്ലാ തെളിവുകളും കാണിച്ചൊരു മത്സരമായിരുന്നു. അവർ ഫസ്റ്റ് മാച്ച് കളിച്ചൊരു 3 ഗോളിൻ്റെ ഒരു കംപ്ലീറ്റ് അവർ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിന്നിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് നമ്മളെപ്പോഴും പറയും പോലെ ആർട്ടേറ്റനെയാണ്. കാരണം ആർട്ടേറ്റ ആ സ്ക്വാഡിനെ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരൊറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ പെപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടല്ല, വർഷങ്ങളായിട്ട് ഓരോ വിൻഡോയിലും സമ്മറിലും വിൻ്ററിലും മാറി മാറി ഓരോ പ്ലെയേഴ്സിനെ പരീക്ഷിച്ച് മാറ്റി വേണ്ടാത്തവരെ വിറ്റ് ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സ്ക്വാഡാണ്. നമ്മൾ പറഞ്ഞ ഇത്രയും ബാക്കപ്പുകൾ വരാനുള്ള കാരണം ഇതാണ്. കാരണം ഒരിക്കലും പ്രീമിയർ ലീഗിലൊന്നും നമ്മൾ പറയും പോലെ ഒറ്റ വിൻഡോയിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് ടീമിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർട്ടേറ്റ നമ്മൾ പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്, അതായിരുന്നു ശരിക്കും അയാളുടെ രീതി. ഓരോ രീതിയിലും ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തു, നല്ലൊരു സ്ക്വാഡ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ള. ആൻഡ് അവർ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു സോളിസ് എന്നുള്ള വിങ്ങർ. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല അയാൾക്കുള്ളിൽ ഇത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അയാളെ കൃത്യമായിട്ട് സ്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ സ്കൗട്ടിങ് സിസ്റ്റത്തിനാണ് നമ്മൾ കൈയടി കൊടുക്കേണ്ടത്. കാരണം പ്രീമിയർ ലീഗിലേക്ക് വന്നൊരു പ്ലെയറിന് ഇത്രയും നന്നാക്കി കളിക്കാം, നമ്മൾ ഒരു വലിയ ഹൈപ്പല്ല കൊടുക്കുന്നത്, പക്ഷേ ഇത്രയും നല്ലൊരു ഗുഡ് ഫുട്ബോളിങ് കളിക്കാൻ പറ്റുക, അതും വെരി ഫസ്റ്റ് മാച്ചിൽ പറ്റുക എന്നുള്ളത് അയാൾക്ക് ഉള്ളിലൊരു ഫയർ ഉണ്ട് എന്നുള്ളതാണ്. ആ ഫയർ ആർട്ടേറ്റയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, നന്നാക്കി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ അവരുടെ അറ്റാക്കിന് ഒന്നുകൂടി മൂർച്ച കൂട്ടാൻ പറ്റും. നമ്മളെപ്പോഴും ഈ സാക്കയാണ് റൈറ്റിൽ, സാക്കയ്ക്ക് എന്നും റൈറ്റിലൊരു ഓവർലോഡാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാക്സ് ഡോമാനാണ് കഴിഞ്ഞ വർഷം വന്ന് സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സോലിസും കൂടി വരുമ്പോൾ അവർക്കൊരു ഒന്നും കൂടി ഒരു അറ്റാക്ക്. ഇപ്പോൾ ഈ മദ്വയ്ക്ക് നമുക്ക് എപ്പോഴും നമ്പാൻ പറ്റൂല എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്രൊഫൈലാണ്. ചിലപ്പോൾ നന്നായി കളിക്കും, ചിലപ്പോൾ ആൾ ഭയങ്കര ഒരു ഡിമ്മായിരിക്കും. പക്ഷേ സോലിസിൽ ഞാൻ പറയുന്നത് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നതാണ് ഫാൻസിന്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മിഡ്ഫീൽഡാണ് അവരുടെ കോർ. ആർട്ടേറ്റ ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്ന അയാൾക്ക് നന്നായി അറിയാം. അത് പലരെയും മാറ്റി പരീക്ഷിക്കും. ഇപ്പോൾ സ്കില്ലി ലെഫ്റ്റ് ബാക്ക് കളിക്കാറുണ്ട്, മിഡ്ഫീൽഡിലേക്ക് വരുന്നുണ്ട്, റൈസിനെ കളിപ്പിക്കുന്നു, ഒഡേഗാർഡിനെ കളിപ്പിക്കുന്നു. ഈ താരങ്ങളൊക്കെ
മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ അർട്ടറ്റയ്ക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അറ്റാക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ മിഡ്ഫീൽഡ് വെച്ച് കവർ ചെയ്യാൻ ആളെ കൊണ്ട് പറ്റുന്നുണ്ട്. അവരെപ്പോഴും ഈ ലെഫ്റ്റ് വിങ്ങറിൻ്റെ ഇപ്പോൾ ട്രൊസാർഡ് പോയി എന്ന് പറയുന്നുണ്ട്. ട്രൊസാർഡ് പോയി അവിടെ ഇപ്പോൾ അവർക്കുള്ള ഒരു ഓപ്ഷനിൽ പ്രൈമറി ഓപ്ഷനിൽ ഒന്ന് മാർട്ടിനെല്ലിയാണ്. അതായത് ഒരു പ്രോപ്പർ വിങ്ങറായിട്ടുള്ളത് മാർട്ടിനെല്ലിയും ഒരു എക്സിറ്റ് പറയുന്നുണ്ട്, പുറത്തോട്ടേക്ക് പോകാനുള്ള ചാൻസ് പറയുന്നുണ്ട്. സൗദി ലീഗൊക്കെയാണ് കാര്യമായിട്ട് അവർ. അപ്പോൾ അങ്ങനെ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടേക്ക് ഒരു പ്ലെയറിനെ അവർക്ക് കൊണ്ടുവരേണ്ടി വരും. അവർക്ക് കയ്യിൽ എസെ പോലുള്ള താരങ്ങൾ യൂസ് ചെയ്യാനുണ്ടെങ്കിലും ഒരു പ്രോപ്പർ വിങ്ങറെ കൊണ്ടുവരേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ആർസനലിൽ ടെൻഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന, നമ്മളറിയാം ഒരു ചാമ്പ്യൻ ടീം കളിക്കാൻ ഇറങ്ങുമ്പോഴുള്ള ഒരു വലിയ പ്രഷറുകളൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിരിക്കും. ഫാൻസിന് സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന ഒരു ഫുട്ബോളിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ബൈസേ പറഞ്ഞ പോലെ തന്നെ ഗണ്ണേഴ്സും പ്രീമിയർ ലീഗ് ഓഫ് കോഴ്സ് നിലനിർത്താനുള്ള വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ലാ ലീഗയോ ബുണ്ടസ് ലീഗോ നിലനിർത്തും പോലെയല്ല. എന്നാൽ പോലും അവരുടെ ലക്ഷ്യം UCL ആണ്. ഇതുവരെയും ഇല്ലാത്ത ഒരു കിരീടമാണ് UCL അടിക്കുക എന്നുള്ളത്. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മത്സരം തീരുമ്പോൾ ഏറ്റവും സങ്കടമുള്ളത് യുണൈറ്റഡ് ആരാധകർക്കാണ്. കാരണം ഭയങ്കര ഹോപ്പിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറച്ചുകൂടി അൺസ്റ്റേബിളിലാണ് സീസൺ തുടങ്ങുന്നത്. പക്ഷേ ഈ സീസൺ കുറച്ചുകൂടി ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം ക്യാരിക്ക് അവസാനത്തെ സീസണിൻ്റെ അവസാന ഘട്ടങ്ങൾ കാണിച്ചതൊരു മാജിക് തന്നെയായിരുന്നു. പക്ഷേ ശരിക്ക് ക്യാരിക്കിൻ്റെ വെല്ലുവിളി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം ഒരു പ്രീമിയർ ലീഗ് സീസൺ മൊത്തം കളിപ്പിക്കുക എന്നുള്ളതിന് മാജിക്ക് മാത്രം പോരാ. മാത്രമല്ല കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് യുണൈറ്റഡിന് എല്ലാം ഔട്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി ഇല്ല, യൂറോപ്പ ലീഗ് ഇല്ല, FA കപ്പിൽ നിന്ന് നേരത്തെ പുറത്തായി. അപ്പോൾ ഒരു ഫ്രീ മൂഡിലായിരുന്നു യുണൈറ്റഡ് കളിച്ചത്. ഫ്രീ മൂഡ് മീൻസ് ഒരാഴ്ചയിൽ ഒരു കളി അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു കളിയൊക്കെ ആയിരുന്നു. 40 കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല. ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോഡിനെയും വെച്ചിട്ട് ക്യാരിക്ക് എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയണം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സാവി ആയാലും ഇറയോള ആയാലും അർട്ടേറ്റ ആയാലും ഒക്കെ ഭയങ്കര ടാക്റ്റിക്കലി വെസറ്റൈൽ ആയിട്ടുള്ള മാനേജർമാരാണ്. ഇവർക്കൊക്കെ ദീർഘകാലം കോച്ചിങ് ചെയ്ത് പരിചയമുണ്ട്, മരസ്ക ആയാലൊക്കെ. പക്ഷേ ക്യാരിക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടെന്നും തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കോച്ചുമാരും സക്സസ് ആവാറുണ്ട് പല സമയങ്ങളിലും. പക്ഷേ അതിനനുസരിച്ചുള്ള സ്കോഡ് വേണം. അങ്ങനത്തെ ഒരു ഗലാറ്റിക്കോ പോലത്തെ ടീമൊക്കെ ആണെങ്കിൽ നമ്മൾ മാനേജിങ് മാത്രം ചെയ്താൽ മതി എന്ന് പറയാം. പക്ഷേ ഈ ഒരു കൃത്യമായ സ്കോഡ് ഡെപ്ത് പോലും ഇല്ലാത്ത ഒരു ടീമിനെയും വെച്ചിട്ട് ഇത്രയും സീസൺ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നത് യുണൈറ്റഡിനാണ് സീസണിലെ ഏറ്റവും എളുപ്പമുള്ള ഫിക്സ്ചർ എന്നായിരുന്നു. കാരണം ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് എന്ന് വന്ന ടീമാണ് ഈ ഹൾ സിറ്റി. അതിൽ തന്നെ ചാമ്പ്യൻഷിപ്പിൽ അവർ 6ാം സ്ഥാനത്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതിൽ 6ാം സ്ഥാനത്തുള്ള ടീമാണ്. മാത്രമല്ല അവരുടെ ഡിഫൻസീവ് റെക്കോർഡൊക്കെ ഭയങ്കര വോസ്റ്റായിരുന്നു. പക്ഷേ കളികളത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത് മറിച്ചാണ്. യുണൈറ്റഡ് നന്നായി കളിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആ ബോൾ പൊസിഷൻ എനിക്ക് തോന്നുന്നത് 4-5 വർഷത്തിനിടയിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും നല്ല ബോൾ പൊസിഷനായിരുന്നു. പിന്നെ എക്സ്പെക്റ്റഡ് ഷോട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. 21 ഷോട്ട് അടിച്ചു. പക്ഷേ അതിൽ 16 ആ ഷോട്ട് കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ സ്റ്റാറ്റ് മാത്രം നോക്കുമ്പോൾ പ്രശ്നമാണ്. ഈ ഷോട്ടുകളൊക്കെ ഒരു മൂർച്ചയില്ലാത്ത പ്രശ്നമാണ്. പക്ഷേ യുണൈറ്റഡിന് ഇനിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറാണ്. ഇപ്പോൾ ബലേബയുടെ ട്രാൻസ്ഫർ ഓൾമോസ്റ്റ് നടക്കാനിരിക്കുന്നത്. യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിംഗ് പൊസിഷനാണ്. അപ്പോൾ അവിടെയാണ് അവർ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ ടെലമാൻസും സാൻഡോസും തീർത്തും നിരാശപ്പെടുത്തി തന്നെ പറയാം. രണ്ടുപേരെയും നമ്മൾ പിൻവലിക്കുന്നത് കണ്ടു. പിന്നീട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് വിങ്ങിലാണ്. ഇപ്പോൾ ലുക്ക് ഷോ ഒന്നും ഒരു ട്രസ്റ്റ് അല്ല. ഒരു ഏറെക്കുറെ കാലം കഴിഞ്ഞ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിലുള്ളത്. അപ്പോൾ അവിടേക്ക് പുതിയ ആളുകളെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാൾഡയുടെ പേരൊക്കെ പറയുന്നത് ആ പൊസിഷനിലേക്കാണ്. അറ്റാക്കിങ് നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴായിട്ടാണ് അറ്റാക്കിങ് സ്റ്റിൽ ബെസ്റ്റാണ്. അതിലേക്ക് ഇപ്പോൾ റാഷ്ഫോർഡ് കൂടിയും ലോൺ വന്നപ്പോൾ ആഡ് ചെയ്തു. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഓഫ് കോഴ്സ് ഒരു കീ പ്ലെയറാണ്. പിന്നെ മേസൺ മൗണ്ട് സ്റ്റിൽ ഇഞ്ചുറി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാജിക്ക് മാത്രം മതിയാകില്ല. എന്തെങ്കിലും ഒരു പ്ലാൻ ബി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യുണൈറ്റഡിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സിറ്റിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു വലിയ യുഗത്തിന് ശേഷമാണ്. പക്ഷേ നമ്മൾ പെപ്പിൻ്റെ യുഗം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും സിറ്റി വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൂവാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഏറെക്കുറെ പെപ്പിന് സമാനമായിട്ടുള്ളൊരു മാനേജറെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു വളരെ ബുദ്ധിപരമായ നീക്കമാണ്. എനിക്കൊന്നത് പെപ്പിൻ്റെ തന്നെ സജഷൻ ആയിരിക്കാം. കാരണം ആ ഒരു സിസ്റ്റത്തിൽ തന്നെയുള്ള പ്ലേയേഴ്സിന് പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ട്രാൻസ്ഫർ വിപണിയിലും കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഒരു പെപ്പിനെ പോലെയുള്ള അയാളുടെ ഒരു സിസ്റ്റത്തിൽ കളിച്ചു തുറന്ന ഒരു ടീമിലേക്ക് മറ്റൊരു കോച്ച് വരുമ്പോൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ട്രാൻസ്ഫറിൽ. പക്ഷേ അതവർക്ക് ഒഴിവാക്കാൻ പറ്റി. പിന്നെ മനസ്ക എന്ന് പറയുന്നത് ഒരു കാലത്ത് പെപ്പിൻ്റെ അസിസ്റ്റൻ്റ് തന്നെ ആയിരുന്നു. പിന്നെ സിറ്റീനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ്. ഇപ്പോൾ ഹാളണ്ട് 3-4 താരങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് മരസ്ക. പിന്നെ മരസ്കയും കോച്ച് എന്നുള്ള രീതിയിൽ പ്രൂവ്ഡായിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ലെസ്റ്റർ സിറ്റിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ ക്ലബ് വേൾഡ് കപ്പ് ചെൽസി അടുപ്പിച്ചു.
അദ്ദേഹത്തിൻ്റെയും എന്താ പറയുക ഒരു പ്രൂഡാണ് അദ്ദേഹത്തിന് സിറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഫസീന് സിറ്റിയെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണ്ടേ? ഇപ്പോൾ സിറ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫറിൽ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഈ പെപ്പ് പോയതിൻ്റെ കൂടെ പെപ്പിൻ്റെതായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പെപ്പിൻ്റെ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്ന പെപ്പിൻ്റെ സിസ്റ്റത്തിലെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ്. ഇപ്പോൾ ഒന്ന് ബെർണാഡോ സിൽവ, മറ്റൊന്ന് റോഡ്രി, ജോൺ സ്റ്റോൺസ്, ഇത്തരം താരങ്ങളൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പെപ്പിൻ്റെ പിന്നാലെ തന്നെ പല പല ടീമുകളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ പ്ലേയേഴ്സിനെ എങ്ങനെ ഇവർ ബാക്കപ്പുകൾ കൊണ്ടുവരും എന്നുള്ളതനുസരിച്ചിരിക്കും സിറ്റിയുടെ ഈ ഒരു സീസൺ എന്നുള്ളത്. കാരണം മിഡ്ഫീൽഡിൻ്റെ കോറാണ് നഷ്ടപ്പെട്ടത്. റോഡ്രി എന്നുള്ള ഒരു പ്ലെയറെ പോയതോടുകൂടി അവർക്കിപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എലിയറ്റ് ആൻഡേഴ്സനാണ്. എലിയറ്റ് ആൻഡേഴ്സൻ്റെ മേലുള്ളത് ഏറ്റവും വലിയ പ്രഷറാണ്. അവർക്ക് പെപ്പിന് കീഴിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈസിനെസ് ആയിരിക്കില്ല മരസ്ക. കാരണം മരസ്ക ഓൾറെഡി ഒരു അണ്ടർ പ്രഷറാണ്. പെപ്പ് ഉണ്ടാക്കി വെച്ച ലെഗസി കീപ്പ് ഓൺ ചെയ്ത് പോകണം. അതേപോലെ തന്നെ എലിയറ്റ് ആൻഡേഴ്സൻ്റെ മേലുള്ള പ്രഷർ റോഡ്രി ഉണ്ടാക്കിയെടുത്തൊരു ലെഗസി, അല്ലെങ്കിൽ റോഡ്രി ഉണ്ടാക്കിയെടുത്തൊരു കൺട്രോൾ ഉണ്ട് മിഡ്ഫീൽഡിൽ. സിറ്റിക്ക് നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു ഹാളൻഡ് ഉണ്ടെങ്കിലും വിങ്ങേഴ്സ് ഒരുപാടുണ്ടെങ്കിലും മിഡ്ഫീൽഡിൽ റോഡ്രി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു സ്റ്റെബിലിറ്റിൻ്റെ പ്രധാന കാര്യം. ആ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ആ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അതിൽ പ്രത്യേക ഒരു ഇംഗ്ലീഷ് പ്ലെയറിന് കിട്ടുന്ന എല്ലാ ഹൈപ്പും കിട്ടിയിട്ടാണ് വരുന്നത്. ഒരു 100 മില്യൺ പ്ലസ് ടാഗ് ഉണ്ട്. ഇതൊക്കെ ഡെലിവർ ചെയ്യാൻ ഇയാൾ നിർബന്ധിതനാവുകയാണ്. നമുക്ക് പറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റ് പീരീഡ് ഒരിക്കലും എലിയറ്റിന് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എലിയറ്റ് ഒരു അണ്ടർ പ്രഷറിലായിരിക്കും. പുതുമുഖ താരം, പുതിയ ടീം, പുതിയ സിസ്റ്റം എല്ലാം കൊണ്ടും സെറ്റിൽ ആവാനുള്ള ടൈം എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് സിറ്റിയുടെ സ്റ്റെബിലിറ്റി ഈ ഒരു പ്ലെയറിലായിരിക്കും ഒരുപക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അയൂബ് വാദിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അയൂബ് വാദി ഒരു ചെറിയ യങ് പ്ലെയറാണ്. 100 മില്യൺ പ്രൈസ് ടാഗ് ആ താരത്തിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ താരത്തിന് മേലും നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രഷർ ഉണ്ടാവും. സിറ്റി നേരിടാൻ പോകുന്ന ഒരുപക്ഷെ മരസ്ക എന്നുള്ള കോച്ചിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഈ ഒരു പ്രഷർ ഉണ്ട്. ഈ ലെഗസി കീപ്പ് ഓൺ ചെയ്ത് പോവുക, ഇതുവരെ ഉണ്ടായിരുന്ന മൊമെൻറ്റം കീപ്പ് ഓൺ ചെയ്ത് പോവുക. നമ്മൾ യുണൈറ്റഡിനെ കുറേ കാലമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇത് ഫെർഗൂസൻ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം യുണൈറ്റഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് താഴെ പോയി എന്നുള്ളതാണ് യുണൈറ്റഡിനെ പലപ്പോഴും നമ്മൾ വിമർശിക്കുന്നത്. അതുപോലെ പെപ്പ് ഉണ്ടാക്കിയെടുത്ത സിറ്റിയിൽ നിന്നും ഇവർ താഴോട്ടേക്ക് വീഴാൻ തുടങ്ങിയാൽ ക്രിറ്റിസിസം വരും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയകൾ ഒരാളെ കിട്ടിയാൽ എത്രത്തോളം വലിച്ചു നമുക്കറിയാം. അപ്പോൾ സിറ്റിക്ക് മേലുണ്ടാവുന്നത് ഈ ഒരു പ്രഷറായിരിക്കും. ഒരു മീഡിയ പ്രഷർ, ഒരു ഫാൻ പ്രഷർ, ഇവരുണ്ടാക്കിയെടുത്ത ലെഗസിയുടെ കീപ്പ് ഓൺ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രഷർ. ഈ പ്രഷർ ഇവർ ഓവർകം ചെയ്യാണ്. മരസ്ക ഈ ഒരു പ്രഷറിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാം. അവർക്ക് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട്, യങ് പ്ലെയേഴ്സ് ഉണ്ട്. അവരിപ്പോൾ ഒറേലിയ പോലുള്ള അവരുടെ തന്നെ പ്ലെയേഴ്സ്, അവരുടെ തന്നെ സിസ്റ്റത്തിൽ വളർന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഈ താരങ്ങൾ ഉപയോഗിച്ച് ഇവർക്ക് നല്ല സ്ക്വാഡ് നിലവിലുണ്ട്. ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള നല്ലൊരു സ്ക്വാഡുണ്ട്. ഈ സ്ക്വാഡ് ഈ ഒരു പ്രഷറിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും പോലെ സിറ്റി ആയിട്ട് നിലനിൽക്കും. നല്ലൊരു പ്രീമിയർ ലീഗ് കോമ്പറ്റീഷൻ അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് സിറ്റിയുടെ കേസിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഒരു സിസ്റ്റം നമുക്കറിയാം. ലിവർപൂളിൻ്റെ ഒരു ഫാൻസും കോച്ചും തമ്മിൽ എപ്പോഴും ഒരു ഹൃദയബന്ധം ഉണ്ടാകുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ചെൽസിയോ സിറ്റിയോ ഒന്നും പോലെയല്ല. അപ്പോൾ അവരുടെ ഒരു ഫിലോസഫി തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ബിൽ ഷാങ്ക്ലിയുമായിട്ട് അവർക്ക് എത്രയോ കാലത്തെ ഒരു ബന്ധമുണ്ട്. അവരുടെ ഒരു ക്ലബിൻ്റെ ഒരു ഐഡിയോളജി പോലും രൂപീകരിക്കുന്നത് ബിൽ ഷാങ്ക്ലിയാണ്. അതിനുശേഷം വരുന്ന മറ്റൊരാളാണ് യൂർഗൻ ക്ലോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹവും ഒരു ഐക്കണാണ്. അതിനുശേഷം വന്ന സ്ലോട്ട് ആദ്യ സീസൺ തന്നെ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫാൻസിനിടയിൽ ഒരിക്കലും ക്ലോപ്പിന് കിട്ടിയൊരു ലെഗസി സ്ലോട്ടിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് 2ാം സീസൺ തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. പൊതുവെ ലിവർപൂൾ അങ്ങനെ കോച്ചുമാരെ പെട്ടെന്ന് സാക്ക് ചെയ്യുന്നൊരു ക്ലബ്ബല്ലായിരുന്നു. ഒരുപാട് കാലം കപ്പില്ലായിട്ട് പോലും ദീർഘകാലം മാനേജർമാർ തുടർന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറയോളക്കും അവിടെ ഒരു എന്താ പറയുക ഒരു വലിയ പ്രതീക്ഷയോടെ എത്തിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലിവർപൂളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവരുടെ പ്രശ്നമായിട്ടുള്ളത് ഡിഫൻസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്ത ഡിഫൻസുകളിലൊന്നാണ് ലിവർപൂളിൻ്റെ എന്ന് പറയുന്നത്. 60-ലേറെ ഗോൾ അവർ ഒരു സീസൺ തന്നെ കൺസീഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഫസ്റ്റ് മത്സരം നോക്കുമ്പോഴും ഡിഫൻസിൻ്റെ മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ ഇറയോള കളിക്കുന്നത് ഈ ഹൈലൈൻ ഡിഫൻസാണ്. അപ്പോൾ അത് ഈ വേഗതയേറിയ താരങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇത് പൊട്ടുന്നത് കാണാം. അപ്പോൾ ഇന്നലെ ന്യൂകാസിലിൻ്റെ എലാങ്കയും 2ാമത്തെ ഗോൾ അടിച്ച പ്ലെയറിൻ്റെ ഒക്കെ വേഗത വരുമ്പോൾ ഇവർ കൃത്യമായിട്ട് പൊട്ടുന്നത് നമ്മൾ കാണാം. പ്രത്യേകിച്ച് 2ാമത്തെ ഗോളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവർ ഫ്രണ്ട് ലൈനിലും പ്രശ്നമുണ്ട്. സ്റ്റിൽ സലാഹിനൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ബർക്കോള വരുമെന്ന് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. PSG അത്രയും ഹെവി തുകയാണ് നോക്കുന്നത്. പിന്നെയും അഡിഷൻസ് ഉണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ലിവർപൂളിൻ്റെ ആദ്യത്തെ കളിയും അവരുടെ ഒരു പ്രീ സീസണൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വകയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഡിഫൻസിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഇറയോളയുടെ കേസിൽ ഇറയോള എപ്പോഴും ഒരു നമ്മൾ പറയുക കുറച്ചൊന്ന് ഡിഫൻസിനെ മുന്നോട്ട് കയറ്റിയിട്ടൊരു ഹൈലൈൻ എന്ന് പറയാൻ പറ്റുക ഒരു കംപ്ലീറ്റ് ഹൈലൈൻ അല്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ പറയുന്ന ഒരു സിറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിഫൻസീവ് ലൈനിലും അല്ല അവർ കളിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയോർക്ക് പൊസിഷനിലാണ് അല്ലെങ്കിൽ മീഡിയൽ പൊസിഷനിലാണ് അവർ കളിക്കുക. ഈ ഡിഫൻസിന് പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഐക്യു വേണം. ആ ടൈമിൽ അത് സ്പോണ്ടനിറ്റി വേണം. കാരണം ഒരു കൗണ്ടർ വരികയാണെങ്കിൽ എവിടെ ടാക്കിൾ ചെയ്യണം, ഏത് മൊമെൻറ്റിൽ അറ്റാക്ക് ചെയ്യണമെന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ന്യൂകാസിലിനായിട്ടുള്ള ഫിക്സർ നോക്കാം. 2 ഗോളുകൾ അടങ്ങിയത് രണ്ടും ഡിഫൻസ് കാണുന്നുണ്ട്. ആ ബോൾ വരുന്നത് ഡിഫൻസിനെ ഹൈഡ് ചെയ്ത് പോയ ബോളുകളൊന്നുമല്ല. ഡിഫൻസ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഡിഫൻഡേഴ്സ് ബോളിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
അവരുടെ ഒരു റിയാക്ഷൻ മൊമെൻറ്റ് മാറിയതാണ്. അതായത് കുറച്ചും കൂടി മുന്നേ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു അറ്റാക്കായി മാറില്ല. ഫസ്റ്റത്തെ എല്ലാം അങ്ങനെ ഗോൾ പ്രത്യേകിച്ച്, കാരണം ജെറമി ജാക്കറ്റും വാൻഡൈക്കും ബോൾ വാച്ച് ചെയ്യുന്നുണ്ട്, ബോൾ കൃത്യമായിട്ട് അവർ കാണുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ ഒരു സ്പോണ്ടനിറ്റി വന്നില്ല, ആ ഒരു ടൈമിൽ റിയാക്ഷൻ വന്നിട്ടില്ല എന്നുള്ള. ലിവർപൂൾ ഫാൻസ് കാലങ്ങളായിട്ട് പറയുന്ന ഒരു ആശങ്ക അവരുടെ ഡിഫൻസിലെ സോളിഡിറ്റിയാണ്. കാരണം എത്രയെ വെച്ചിട്ടാണ് ഈ ഒരു വാൻഡൈക്കിനെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സീസണും അവർ ഒരുപക്ഷെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന സാധ്യത, കാരണം അവർ ബാക്കി കൊണ്ടുവന്ന പ്ലേയേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ലിയോണി ഓൾറെഡി ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അറാഹോ നമുക്കറിയാം ബാർസിൽ എത്രത്തോളം ഇഞ്ചുറി പ്രോൺ ആണെന്നുള്ളത്. ജോ ഗോമസ് ലിവർപൂൾ ഫാൻസ് പറഞ്ഞാൽ അവർക്കറിയാം, ജോ ഗോമസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറിയാണ്, എന്നും അയാൾ പുറത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള ജാക്കറ്റ് ആണെങ്കിലും ജെറമി ജാക്കറ്റ് ആണെങ്കിലും പരിക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ പുറത്തിരിക്കാൻ സാധ്യതയില്ല. അപ്പം ഈ വർഷവും അവർ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഡിഫൻസിൽ. ഒരു നല്ലൊരു ഡിഫൻഡറെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ലിവർപൂളിന് നമ്മൾ പറയുന്ന പോലെ ഒരു ആശങ്ക അവരുടെ ടീമിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ സലാഹ് പോയൊരു വിടവ്, അത് ആ ഒരു വിടവ് ഒരുപക്ഷെ അവരുടെ ബാർക്കോളയൊക്കെ കൊണ്ടുവന്നവർക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. എന്നിരുന്നാൽ കൂടി സൊബോസ്ലായ് എന്നുള്ളൊരു പ്ലെയർ, ഈ പ്ലെയർ ആയിരിക്കും ഈ സീസണിൻ്റെ ലിവർപൂളിനെ നിർണ്ണയിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം സലാഹിന് മേലെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, സൊബോസ്ലായാണ് കഴിഞ്ഞ ലിവർപൂൾ സലാഹ് ഉണ്ടാക്കിയെടുത്ത ഒരു ലെഗസി പോലെ ഒരു പക്ഷേ ഇത്രയും വർഷത്തെ കോൺട്രാക്റ്റൊക്കെ പുതിയതായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് സൊബോസ്ലായ് അവിടെ നിലനിൽക്കുന്നത് തന്നെ ആ ഒരു ലെഗസി ഒരു പക്ഷേ ഇനി കീപ്പ് ഓൺ ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയർ സൊബോസ്ലായാണ്. സൊബോസ്ലായ് എങ്ങനെ ടീമിനെ ഗൈഡ് ചെയ്യുന്നു, മിഡ്ഫീൽഡിൽ നിന്നും അയാൾ എങ്ങനെ കളി ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ അയാൾ ഫിനിഷ് ചെയ്യുന്നു, ഒരു പക്ഷേ നമ്മൾ പറയും ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ പോലെ, ഒരു ക്യാപ്റ്റൻ ആംബാൻഡ് ഇടുന്നല്ല, പക്ഷേ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ഇൻഫീൽഡിൽ ഒരു ക്യാപ്റ്റനായിട്ട് സൊബോസ്ലായ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ലിവർപൂളിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക്. ഞാനിപ്പോഴും പറയുന്നു, ഡിഫൻസിൽ അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ വാൻഡൈക്കിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച്, അല്ലെങ്കിൽ വാൻഡൈക്ക് ജെറമി ജാക്കറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനിൽ പ്രതീക്ഷ അർപ്പിച്ച് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ അറ്റാക്ക് വിങ് ബാക്കുകൾ കെർക്കസ് ആയാലും ഫ്രിങ്ബോങ് ആയാലും ഒക്കെ നന്നായി അറ്റാക്ക് ചെയ്ത് കളിക്കുന്നവർ, അവർ ഡിഫൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറവാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ ഡിസ്കഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫൻസിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പർ ബാക്കുകൾക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നല്ല സോളിഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഡിഫൻഡർമാർ എത്തിച്ചിട്ടില്ലെങ്കിൽ നല്ല പ്രഷറാണ്. കാരണം രണ്ട് വലിയ ട്രാൻസ്ഫർ തുക എത്തിച്ച് രണ്ടുപേരും ഇതുവരെയും ഫോമിലായിട്ടില്ല. ഫ്ലോറൻ വിഡ്സ് ആയാലും അലക്സാണ്ടർ സാക്കും. എന്തായാലും അലക്സാണ്ടർ സാക്ക് കട്ട ഷോക്കായിരുന്നു. അതായത് ബോൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു, അപ്പോൾ ഗാക്പോയുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ കളിയിലെ ആ ടൈമിലുള്ള ക്ലെവറായിട്ടുള്ള തിങ്കിങ്ങിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു. കാരണം ഇസാക്ക് ഭയങ്കര ഫോം ഔട്ട് ആണെന്നുള്ളത് കളിയുടെ തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഓൾറെഡി 1 ഗോൾ ഡൗണിലായിരുന്നു ലിവർപൂൾ. അതുകൊണ്ട് തന്നെ ഗാക്പോക്ക് മുന്നിൽ ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് ഇസാക്ക് നിൽക്കുമ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചത് ആ പാസ് അവിടേക്ക് പോകുന്നില്ല. പക്ഷേ ഗാക്പോ അവിടുന്ന് ഒരു ഷോട്ട് എടുക്കുക ചെയ്തു. അപ്പം ഗാക്പോ എന്നുള്ള താരം ആളുടെ ഒരു ആ ഒരു സമയത്ത് ഒരു നോളജ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഒരു മാച്ച് അവയർനെസ് ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇവരുടെ അറ്റാക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഗാക്പോനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാൻ പറ്റും. ബാർക്കോള വന്നു കഴിഞ്ഞാൽ ബാർക്കോളയൊക്കെ ഇതനുസരിച്ച്, അതായത് മൊമെൻ്റലി തിങ്കിങ് ആണ്. ഇവിടുന്ന് ഒരു പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ കളിക്കാൻ പറ്റും. ഇസാക്ക് ഞാൻ പറഞ്ഞത് ഇസാക്കിലപ്പുറത്തേക്ക് ഇവർക്ക് ഏറ്റവും വലിയ നഷ്ടം വരാൻ പറ്റും. വലിയ സ്പെൻഡിങ് ഒന്നുമില്ലെങ്കിലും എക്വിറ്റിക്ക് എന്നുള്ള താരത്തെ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും. കാരണം അവരത്രയും പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് ഒരുപാട് ഡെലിവർ ചെയ്ത് എന്നിട്ടും പരിക്ക് കാരണം പുറത്തിരിക്കേണ്ട ഒരു പ്ലെയർ. അപ്പോൾ ആ താരത്തിനെ ആയിരിക്കും ഒരു പക്ഷേ ലിവർപൂൾ അവരുടെ അറ്റാക്കിൽ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രീമിയർ ലീഗിൽ ബാക്കി ടീമുകളൊക്കെ നമ്മൾ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കണക്ക് നോക്കണം. ശരിക്കും മാർക്കോസ് എനേസിനെ ടോട്ടനം കൊണ്ടുവന്നു, നല്ലൊരു ഡിഫൻഡർ ആയിരുന്നു. ലിവർപൂളിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു വില്യം സലീബ കുറച്ച് കാലം പുറത്തിരിക്കുമെന്നൊരു വാർത്ത കിട്ടിയപ്പോഴേക്കും കോൺസയെ കൊണ്ടുവന്നു ആർസനൽ ഡിഫൻസ് സോളിഡാക്കി. ഓൾറെഡി ടൈറ്റാണ് ഡിഫൻസ്, അതിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ആസ്റ്റൺ വില്ല ആദ്യ മത്സരം അവർ തോറ്റു എന്നുണ്ടെങ്കിൽ കൂടി കോൺസ പോയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ അടുത്തൊരു ജോയൽ ഓർഡിനൻസ് എന്നുള്ള പ്ലെയറിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ മൊമെൻ്റിൽ അതായത് ടീമിന് എന്താണോ പ്രശ്നം മനസ്സിലാക്കി അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ലിവർപൂൾ ഇപ്പോഴും അറ്റാക്കാണ് ഒരു കോർ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ മാറിയിട്ടില്ലെങ്കിൽ ഈ അതായത് ഡിഫൻസിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ അറ്റാക്കിൽ മാത്രം അവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിന് നമ്മൾ ഒരു ബാലൻസ് പ്രശ്നമാണ്. ഗോൾ കീപ്പർ അലീസൺ ബെക്കറിനൊക്കെ നമ്മൾ പറയില്ലേ ഭയങ്കര ഓവർ വർക്ക് ലോഡായിരിക്കും, വാൻഡൈക്കിന് അത് ഓവർലോഡായിരിക്കും. അപ്പോൾ ഈ പ്ലെയേഴ്സിനെ ഭയങ്കര ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പരിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്കപ്പ് ഇല്ല എന്നുള്ള രീതി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ വിൻഡോക്ക് ഇനിയും സമയമുണ്ട്, എൻഡ് ചെയ്യാൻ സമയമുണ്ട്. പ്രീമിയർ ലീഗിൽ തന്നെ പല പ്ലെയേഴ്സും കൂടുമാറ്റത്തിന്, ഡിഫൻഡേഴ്സ് പ്രത്യേകിച്ച് പലരും മാറാനുള്ള സാധ്യതകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലിവർപൂൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർപൂൾ ക്യാൻ കം ബാക്ക്. ഈ റോയോളക്ക് അയാളുടെ സിസ്റ്റം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം.